മൊഹാലിയിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ജയം. ഒരു ദിവസം കൂടി ശേഷിക്കെ ഇന്ത്യ 8 വിക്കറ്റിന് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. 103 റൺസ് വിജയ ലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യ 2 വിക്കറ്റ് ശേഷിക്കെ ലക്ഷ്യം കാണുകയായിരുന്നു. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ജംഷീർ ചേർന്നുണ്ട്. തത്സമയം ജംഷീർ, എങ്ങനെയായിരുന്നു ഇന്ത്യൻ മുന്നേറ്റം? എങ്ങനെയാണ് വിവരങ്ങൾ? സൗമ്യ, കളിയുടെ തുടക്കം മുതൽ തന്നെ കൃത്യമായ ആധിപത്യം പുലർത്തിയിരുന്നു ഇന്ത്യ. ആ ഒരു മേധാവിത്വം ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സിൽ നമ്മൾ കാണുകയും ചെയ്തതാണ്. 437 റൺസ് എടുത്തായിരുന്നു ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ എല്ലാവരും പുറത്തായിരുന്നത്. ഇതിന് മറുപടിയായി ഇറങ്ങിയ ഇംഗ്ലണ്ട് ആകട്ടെ 283 റൺസിന് എല്ലാവരും പുറത്താകുന്ന ഒരു സ്ഥിതിവിശേഷം ഒന്നാം ഇന്നിംഗ്സിലുണ്ടായി. ഇങ്ങനെ ഇന്ത്യക്ക് 136 റൺസ് ഇന്ത്യക്ക് ഒന്നാം ഇന്നിംഗ്സിൽ ലീഡ് ലഭിക്കുകയും ചെയ്തിരുന്നു. ഈ ലീഡ് വഴങ്ങിക്കൊണ്ടായിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇംഗ്ലണ്ട് കളിക്കാൻ ഇറങ്ങിയത്. എന്നാൽ ഈ രണ്ടാം ഇന്നിംഗ്സിലും ഇംഗ്ലണ്ടിന് കാര്യമായ ഒരു മേധാവിത്വമോ കൃത്യമായ രീതിയിൽ ബാറ്റ് ചെയ്യാനോ നല്ലൊരു ഫോം കണ്ടെത്താനോ ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർക്കായിരുന്നില്ല. ഇന്നലെ തന്നെ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റുകൾ നഷ്ടമാവുകയും 3 വിക്കറ്റുകൾ നഷ്ടമായിരുന്നു. ഇന്ന് മത്സരം ആരംഭിച്ചപ്പോൾ തന്നെ ഇന്ന് രാവിലെ ആദ്യത്തെ വിക്കറ്റ് നഷ്ടമാവുകയും തുടർന്ന് തുടരെ വിക്കറ്റുകൾ വീഴുകയും അവരുടെ ഇന്നിംഗ്സ് 236 റൺസിന് രണ്ടാം ഇന്നിംഗ്സിൽ അവരുടെ ഇന്നിംഗ്സ് അവസാനിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇന്ത്യക്ക് 103 റൺസിന്റെ വിജയലക്ഷ്യം ഇന്ത്യക്ക് മുന്നിൽ വെച്ചത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 1.5 ദിവസം ശേഷിക്കുകയും 10 വിക്കറ്റുകളും കയ്യിലിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് അതൊരു വെല്ലുവിളി ആയിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ബാറ്റ്സ്മാൻമാർ കൃത്യമായ ഫോമിൽ കൃത്യമായ സ്റ്റാൻഡേർഡിൽ ബാറ്റ് വീശുന്ന ബാറ്റ്സ്മാൻമാരാണ് ഇന്ത്യയുടെ മുന്നിലുണ്ടായിരുന്നത്. പാർത്ഥിവ് പട്ടേലും മുരളി വിജയും വിരാട് കോഹ്ലിയും ചേതേശ്വർ പുജാരയും അടക്കമുള്ള ബാറ്റ്സ്മാൻമാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒട്ടും ഭയക്കാതെ തന്നെ ബാറ്റ് വീശുകയും കൃത്യമായി ഇന്ത്യ ഈ ദിവസം തന്നെ, അതായത് 4ാം ദിവസം അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ വളരെ മികച്ച രീതിയിൽ ഇന്ത്യ ഇന്നിംഗ്സ് ലക്ഷ്യം മറികടക്കുകയും ചെയ്തു. 67 റൺസ് എടുത്ത പാർത്ഥിവ് പട്ടേലാണ് ഇന്ത്യക്ക് ഒരു അനായാസ ജയം സമ്മാനിച്ചത്. ഇന്ത്യക്ക് പക്ഷേ കളി രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ചപ്പോൾ തന്നെ ഓപ്പണർ മുരളി വിജയെ 0 റൺസിന് നഷ്ടമായിരുന്നു. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ ചേതേശ്വർ പുജാരയും പാർത്ഥിവ് പട്ടേലുമാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. സൗമ്യ, ജംഷീറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.